എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങളുടെ യാത്രയിൽ പല സ്ഥലങ്ങളിൽ വെച്ചും ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ കാണുവാനും കേൾക്കുവാനും സർവശക്തനായ ദൈവത്തിന്റെ കരുണയും കൃപയും ഉണ്ടാകുവാൻ കാരണമാക്കിയിട്ടുണ്ട്. പലരും ഇതിനെ എന്തൊക്കെ ആളുകൾ വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലവരുടെ പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇതിനെ കളിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതിനെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന് 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും എന്നെ അടുത്ത മകനുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങളുടെ യാത്രയിൽ പല സ്ഥലങ്ങളിൽ വെച്ചും ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ കാണുവാനും കേൾക്കുവാനും സർവശക്തനായ ദൈവത്തിന്റെ കരുണയും കൃപയും ഉണ്ടാകുവാൻ കാരണമാക്കിയിട്ടുണ്ട്. പലരും ഇതിനെ